ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ വാഴക്കൊല വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പഴമൊക്കെ ഏകദേശം പഴുത്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ടുള്ള അവിൽ മിൽക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ അവിൽ മിൽക്കിലെ മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻ്റാണ് പൊരി അവിൽ കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു പാക്കറ്റ് ഉമ്മനേരിയിൽ നിന്ന് മേടിക്കാറാണ് പതിവ്. ഒരു പാക്കറ്റിന് 60 രൂപയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പാലാണ്. പാല്, പിന്നെ 2-3 ഏലക്ക ചതച്ചത്, പിന്നെ പാകത്തിന് പഞ്ചസാര, പിന്നെ നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ പഞ്ചസാര കുറച്ച് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഒരു 2 പാക്കറ്റ് 5 രൂപയുടെ ബൂസ്റ്റും കൂടി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഐസ്ക്രീം കൂടി ചേർക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഐസ്ക്രീം ആഡ് ചെയ്യാറില്ല. അപ്പം നമ്മളിനി സമയം കളയുന്നില്ല, അവിൽ മിൽക്ക് തയ്യാറാക്കാം. നമ്മൾ ഇതുപോലെ നല്ല പഴുത്ത കുറച്ച് പഴങ്ങൾ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതിൽ അത്യാവശ്യം നല്ല പഴുത്ത പഴങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കൂടാതെ 2-3 പഴങ്ങൾ ഇച്ചിരി പഴുപ്പ് കുറവുള്ളതും കൂടി പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഇതിൽ ചില പഴങ്ങളൊന്നും അരഞ്ഞു കിട്ടില്ല. നമ്മൾ അവിൽ മിൽക്ക് കഴിക്കുമ്പോൾ ഇതിങ്ങനെ പഴവും കൂടെ കഴിക്കാൻ കിട്ടും. നമ്മുടെ അവിലിൻ്റെ കൂടെ ഇതുപോലെ ചെറിയ പഴത്തിൻ്റെ പീസുകളും കഴിക്കാൻ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് പഞ്ചസാര ഇടാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിതെല്ലാം മിക്സ് ചെയ്തൊന്ന് അടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൽ കുഞ്ഞു കുഞ്ഞ് ചെറുപഴത്തിൻ്റെ പീസുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിന് മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അവിൽ മിൽക്ക് നമ്മൾ പല രീതിയിലായിട്ട് സെർവ് ചെയ്ത് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ലെയറായിട്ട് ഓരോന്നിട്ടിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ പല രീതിയിൽ കഴിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇപ്രാവശ്യം ചെയ്തത്. നമുക്കിന്ന് പാലൊന്നും കട്ടയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഐസ് ക്യൂബുകൾ ഇട്ടു. അതുപോലെ തന്നെ നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ബൂസ്റ്റ് ചേർക്കാറില്ല ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ വൈറ്റ് കളറിൽ കിട്ടും. ചില സമയത്ത് നല്ല പഴുത്ത പഴം കിട്ടും. അപ്പോൾ നമ്മൾ ഷുഗർ ചേർക്കുകയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.